എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം, സർവ്വജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകരും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം. നിങ്ങൾ അപേക്ഷയോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രവർത്തിക്കുവിൻ. ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവിൻ. സുവിശേഷ രഹസ്യത്തിന്റെ മന്ദനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ. എന്റെ കടമയ്ക്കൊത്ത വിധം ധൈര്യത്തോടെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമായ നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. ഓശാന വിളികളോട് അകമ്പടിയോടുകൂടി ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച യേശു അവിടെ കച്ചവടം നടത്തിയ കച്ചവടക്കാരെ കാണുന്നത് ഒരു ഓഷാത്തിലുണ്ടായി പുറത്തേക്ക് ഇറങ്ങി ചമട്ടികളുണ്ടാക്കി അകത്ത് പ്രവേശിച്ച് അവരുടെ പുറത്താക്കുന്ന രംഗമാണ് തിരുവചനത്തിൽ നാം ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുക. അവർക്കറിയും ദൈവാലയം ദൈവത്തിന്റെ ആലയമാണ്. നിങ്ങൾ അത് കടന്നാളിൽ കവർച്ചക്കാരെ ആവാസ കേന്ദ്രമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വസിക്കുന്ന സ്ഥലമാണ് ദൈവാലയം എന്ന് നമുക്കറിയാം. അവരെ വസിക്കുന്നത് അൾത്താരയിലും സക്രാരിയിലും മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും ഈശോ വസിക്കുന്നു. യേശു വസിക്കുന്ന കൊച്ചു ദേവാലയങ്ങളാണ് നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ. അങ്ങനെയുള്ള ദൈവാലയത്തിന്റെ വിശുദ്ധിയും പവിത്രതയും പരിശുദ്ധിയുമെല്ലാം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. ഇവിടെ ദൈവാലയത്തിന്റെ വിശുദ്ധാർത്ഥത്തിൽ ആടുകൾ പ്രാവുകളെയും ഒക്കെ ഉദ്ഘാടിക്കുന്ന ഒരു കണ്ടക്ടറാണ് യേശു ഉണ്ടാകുന്നത്. നമ്മുടെ ഭവനങ്ങളില് നമ്മുടെ ഹൃദയത്തില് വിദ്വേഷത്തിലെയോ വെറുപ്പിലെയോ വൈരാഗ്യത്തിലൂടെയോ ഈ ലോകത്തിന്റെ അത്യാഗ്രഹത്തിലൊക്കെ വിഷയത്തുകൾ കുത്തിമുളച്ച് നാം അതിനെ ഊട്ടി വളർത്തുമ്പോൾ ആ ദൈവാലയത്തിൽ വിശുദ്ധി നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. നമുക്ക് വിളിക്കാം ഈശോയെ,
ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നീ കടന്നു വന്ന് അങ്ങേക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അവ ഉപേക്ഷിക്കുവാൻ ഞങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഈ തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. യഹൂദരുടെ പ്രസവം അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാൻ ഇരിക്കുന്നവരെയും ദൈവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചവിട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദൈവാലയത്തിന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിത്രിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുകയും എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷണത എന്നെ എഴുതിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. പരിശുദ്ധമായ ഈശോയുടെ ശരീരവും രക്തമായി മാറുവാൻ വേണ്ടി ഇതാ ഭൂമിയിൽ നാം സജ്ജമാക്കി വെച്ചിരിക്കുകയും അടുത്ത നിമിഷങ്ങളിൽ അവയെല്ലാം കാഴ്ചവസ്തുക്കൾ ഈശോയ്ക്ക് സമർപ്പിക്കും. ഈ കാഴ്ചവസ്തുക്കൾ നമ്മുടെ വ്യക്തിജീവിതങ്ങളുടെ പ്രതിരോധങ്ങളായി മാറട്ടെ. നൊമ്പലുകളും വേദനകളും കൈക്കൊള്ള അനുഭവങ്ങളും പാപങ്ങളും പാപസാധ്യതകളുമായി ജീവിക്കുന്ന നമ്മുടെ കൊച്ചു ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ ഈശോയെ ഈ കാഴ്ചവസ്തുക്കളെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ തിരിച്ചറിയായി മാറുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാധിക്കുന്നവരെല്ലാം രണ്ട് കലകളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ കലകൾ നമ്മുടെ കാഴ്ചവസ്തുക്കളാണ് ജീവിതങ്ങളിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. അവയെ കലകളിലെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എൻ്റെ ദൈവമേ, ഈ വിശുദ്ധ കുർബാന അർത്ഥത്തിൽ അങ്ങ് എഴുന്നള്ളി വന്ന ഈ കാഴ്ചവസ്തുക്കളെ അങ്ങയുടെ തിരിച്ചറിയായി മാറ്റുന്ന നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ പുതുമയുണ്ടാക്കുന്നതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ വസിക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയുന്നത്രമാണ് സ്വരമെഴുതി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ കർത്താവേ, അങ്ങയുടെ പ്രഭാവം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യത്തെ തിരഞ്ഞെടുത്ത അങ്ങയുടെ ആചരണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൊതിയും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്നേഹവുമായ സഭയുടെ അങ്ങയുടെ കാരണങ്ങൾ അനുഗ്രഹിക്കണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും ദൈവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികൾ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ.
അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.